ഹലോ. എന്ത് വെയിലാണല്ലേ, അൺസഹിക്കബിൾ വെയിലാണ് കേട്ടോ, ഭയങ്കര വെയിലാണ്. അപ്പൊ നമുക്ക് അകത്തേക്ക് കയറി പോവാട്ടോ, പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പോയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കമോ. അപ്പൊ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയതാണ് കേട്ടോ. ചൂട് അൺസഹിക്കബിൾ ചൂടായതുകൊണ്ട് ഒന്നും പറ്റുന്നില്ല. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഒട്ടും പറ്റാത്ത ചൂടാണ് കേട്ടോ, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ തളർന്നു പോകുന്ന ആ ഒരു ടൈപ്പ് ചൂടാണ് കേട്ടോ. എനിക്ക് അറിയത്തില്ല അത് എന്താ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ, ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ഇന്ന് നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആവാം. നമ്മുടെ സൺഡാണ് എടുക്കുന്നതിനെ കുറിച്ചിട്ട്. സൺഡാണ് ഏറ്റിട്ട് ഇപ്പൊ പെട്ടെന്ന് നമ്മൾ പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് സൺഡാണ് എടുക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് സൺബേൺ, അതേപോലെ തന്നെ സൺഡാണ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാവുന്നത്, അഥവാ സൺഡാണ് ഏറ്റാൽ നമുക്ക് അതൊക്കെ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നൊക്കെ മറ്റുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എനിക്ക് ഫസ്റ്റ് തന്നെ പറയാനുള്ളതാണെങ്കിൽ സൺഡാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും എങ്ങനെയൊക്കെയാണ് എന്ന്. എന്നാലും ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ ഒന്ന് പറഞ്ഞു പോവാട്ടോ. സൺഡാൻ എന്താണെന്ന്. സൺഡാൻ മെയിൻ ആയിട്ട് മേൽക്കുന്നത് എന്താന്ന് വെച്ചാൽ സൺസ്ക്രീൻ അങ്ങനെ രീതിയിൽ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാത്തത് കൊണ്ടാണ്. സൺസ്ക്രീൻ യൂസ് ചെയ്താലും നമ്മൾ എന്തെങ്കിലും കുടയോ എന്തെങ്കിലും സ്കാർഫോ എന്തെങ്കിലും വെച്ച് നമ്മുടെ സ്കിൻ ഒന്ന് കവർ ചെയ്ത് വെക്കുക കേട്ടോ. സൺസ്ക്രീൻ 100% നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നില്ല. സൺസ്ക്രീൻ ഇടുക, അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്തെങ്കിലും വെച്ച് നമ്മുടെ സ്കിൻ ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് കൊടുക്കും. നമുക്ക് സൺടാൻ എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ അത് UV റേസ് നമ്മുടെ സ്കിന്നിൽ വന്നിട്ട് അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൽ നിന്ന് മെലാനിൻ ഫോം ചെയ്യും. ഈ മെലാനിൻ ഫോം ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് നോക്കുകയാണെങ്കിൽ മെലാനിൻ നല്ലതാണ്, നമുക്ക് സ്കിൻ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മെലാനിൻ ഫോം ചെയ്യുന്നത്. മെലാനിൻ കൂടുതലുള്ളവർക്ക്, അത് നമ്മുടെ ഇന്ത്യൻ സ്കിന്നിലൊക്കെ സൺ ബേൺ എടുക്കാൻ വേണ്ടിയിട്ട് ചാൻസ് കുറവാണ്. അത്യാവശ്യം ഡാർക്ക് സ്കിൻ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ, മെലാനിൻ കൂടുതലുള്ളവർക്കൊക്കെ ആണെങ്കിൽ, മെലാനിൻ കുറവുള്ളവർക്കാണ് കേട്ടോ കൂടുതലായിട്ട് സൺബേൺ കാര്യങ്ങളൊക്കെ കൂടുതൽ എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ നല്ല വെയിലത്ത് മാത്രമല്ല കേട്ടോ, നല്ല ക്ലൗഡി ആയിട്ടുള്ള ഏരിയയിൽ പോയാലും നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ അത്യാവശ്യം നമ്മൾ ഊട്ടി കൊടൈക്കനാൽ അങ്ങനെ ഇങ്ങനെ പോയിട്ട് വന്നാലും നമ്മൾ ഇരുണ്ടിരിക്കും. അതെങ്ങനെ നമ്മൾ ആലോചിക്കും, നമ്മൾ വെയിലൊന്നും കൊള്ളുന്നില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് നമ്മളിങ്ങനെ ഡാർക്ക് ആവുന്നത് എന്ന്. അങ്ങനെയല്ല കേട്ടോ, നമ്മൾ വെയിൽ കൊണ്ടില്ലെങ്കിൽ കൂടിയും പുറത്തിറങ്ങുമ്പോൾ നമുക്ക് സൺടാൻ ഏൽക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. നിങ്ങൾ എപ്പോഴും പുറത്ത് പോയാലും സൺ പ്രൊട്ടക്ട് ചെയ്യുക, സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. അതുപോലെ സൺഗ്ലാസ് ഒന്ന് സ്കിന്നൊക്കെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുക, എന്തെങ്കിലും സ്കാർഫോ കാര്യങ്ങളോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കവർ ചെയ്യുക കേട്ടോ, എപ്പോഴും കവർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മസ്റ്റ് ആയിട്ടും ഒരു സൺഗ്ലാസ് എന്തായാലും വെക്കുക. ബാക്കിയുള്ളവർ എന്ത് പറയുന്നത് നമ്മൾ കേൾക്കരുത്. സൺഗ്ലാസ് എന്തായാലും വെക്കുക കേട്ടോ. നമ്മുടെ കണ്ണിന്റെ ഈ ഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര സെൻസിറ്റീവ് ആണ്. അപ്പൊ അത്രത്തോളം UV റേസ് നമുക്ക് വന്ന് അടിക്കുമ്പോൾ നമ്മുടെ ഈ ഏരിയയിലൊക്കെ പെട്ടെന്ന് ഡാമേജ് ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പൊ ഉറപ്പായിട്ട് ഒരു സൺഗ്ലാസ്, ഒരു സൺസ്ക്രീന്, സ്കാർഫ് കവർ എല്ലാം ചെയ്ത് കവർ ചെയ്ത് നമ്മൾ മാക്സിമം പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് അടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, സൺസ്ക്രീൻ നമ്മൾ എത്രത്തോളം നമ്മൾ രാവിലെ ഇട്ടിട്ട് വൈകുന്നേരം വരെ ആ സൺസ്ക്രീൻ നമുക്ക് പ്രൊട്ടക്ഷൻ തരത്തില്ല കേട്ടോ. ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് സൺസ്ക്രീനിന്റെ ആ ഒരു പ്രൊട്ടക്ഷൻ ലെവൽ മാറി മാറി വരും. എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് സ്വെറ്റ് ചെയ്യുന്നവർക്ക് അത്രത്തോളമേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ സൺ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പൊ നിങ്ങൾ അതനുസരിച്ചിട്ട് സൺ റീ അപ്ലൈ ചെയ്യുക. ഒരു 1 to 3 അവർ വരെ മാക്സിമം നമ്മൾ പറ്റത്തുള്ളൂ കേട്ടോ. ഒരു സൺസ്ക്രീൻ എന്ന് പറയുമ്പോഴത്തേക്ക് റീ അപ്ലൈ മസ്റ്റ് ആയിട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ എപ്പോഴും ഒരു സൺസ്ക്രീൻ, ഒരു ചെറിയ സാഷയാണെങ്കിൽ എപ്പോഴും കരുതിയിരിക്കും കേട്ടോ. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇത്രയും നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്തിട്ടും നിങ്ങളുടെ സ്കിന്നിൽ സൺ ടാൻ അടിക്കുകയാണെങ്കിൽ അതിനുള്ള ഒരു റെമഡിയാണ് കേട്ടോ ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതെന്താണെന്ന് കാണാം, എങ്ങനെയൊക്കെയാ ചെയ്യുന്നതെന്നും എത്രത്തോളം എഫക്റ്റീവ് ആണെന്നും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ ഫസ്റ്റ് പറയുന്നത് പാക്കാണ് കേട്ടോ. പാക്കിന് വേണ്ടി ഫസ്റ്റ് വേണ്ടത് ശർക്കരയാണ്. നല്ല ഡാർക്ക് ഉള്ള ശർക്കരയുടെ നല്ലതാണ് കേട്ടോ. ശർക്കര എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിന്റെ ടോപ്പ് ലെയറൊക്കെ എക്സ്പോളേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. അതിനുശേഷം വേണ്ടത് ഹണിയാണ്. ഹണി നമ്മുടെ സ്കിൻ മോയിസ്റ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. അതിനുശേഷം കുറച്ച് ഹാഫ് ലെമൺ എടുക്കുക, നല്ലതായിട്ട് സ്ക്യൂസ് ചെയ്ത് ഒഴിക്കുക. അതിനുശേഷം നല്ലതായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇതാണ് നമ്മുടെ പാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക്. അത് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഫസ്റ്റ് അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ആ പാക്ക് ഇടുന്നതിന് മുന്നേ തന്നെ നമുക്ക് എവിടെയാണോ സൺടാൻ അടിച്ചിട്ടുള്ളത്, നമുക്ക് ഏത് ഏരിയയിലാണോ അത് നന്നായിട്ടൊന്ന് കൂളാക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല തണുത്ത വെള്ളമോ ഐസോ എന്തെങ്കിലും വെച്ചിട്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. എന്നിട്ട് ആ ഒരു കൂളിംഗ് ആ ഇതങ്ങ് മാറിയതിന് ശേഷം നമുക്ക് നമ്മളെ പാക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഏത് ഏരിയയിലാണ്, ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ബോഡിയിലാണ് കേട്ടോ. ബോഡിയിൽ നമുക്ക് ഈ പാക്ക് ഇട്ട് കൊടുക്കുക.
ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് സ്ക്രബും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ആ ലെമണിൻ്റെ തന്നെ തോടുണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് ഫുള്ള് ഒന്ന് ഇത് വെച്ചിട്ട് തന്നെ സ്ക്രബ് ചെയ്യുക. നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലും എടുക്കാം കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇതൊന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു റിസൾട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ ടാനൊക്കെ റിമൂവ് ആയി നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും, ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മളിത് വീക്കിലി 2 times നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത്, അടിപൊളിയാണ്. ഏകദേശം നമ്മുടെ ടാനൊക്കെ അപ്പോഴത്തേനും നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് റിമൂവ് ആക്കാൻ പറ്റും കേട്ടോ. അതിനുശേഷം നിങ്ങൾ മസ്റ്റായിട്ടും ഒരു മോയ്സ്ചറൈസർ ഉറപ്പായിട്ടും ഇട്ട് കൊടുക്കുക. അത് മസ്റ്റാണ് കേട്ടോ, ഒരിക്കലും അത് സ്കിപ്പ് ചെയ്ത് കളയരുത്. നമ്മുടെ ഈ ശർക്കര ഗ്ലൈക്കോളിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ടാനൊക്കെ നമുക്ക് റിമൂവ് ആയി കിട്ടും കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ നമ്മുടെ സൺ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു റെമഡി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിതൊരു സീരീസ് ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഉദ്ദേശമുണ്ട് കേട്ടോ, നമ്മുടെ സൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞു തരണേ. നമുക്കൊരു സീരീസ് ആയി പോലെ കുറച്ച് പാക്കുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കുന്നു, നമുക്ക് സണ്ണിൽ നിന്നൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് തരുന്നാൽ മതി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. ഞാനത് ബോഡിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറയത്തുള്ളൂ കേട്ടോ. ഈ ലെമണും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീക്കിലി 2 times യൂസ് ചെയ്താൽ മതി, ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നാളെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ടും അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുക. നമുക്ക് നാളെ വേറൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.